ഫ്രാൻസിസ് എന്നുള്ള പേര് സ്വീകരിക്കുന്നു. അതുവഴി അദ്ദേഹം കത്തോലിക്ക സഭയിൽ ഏത് നിലയ്ക്ക് വ്യത്യസ്തനായി മാറിയെന്നടക്കമാണ് താങ്കൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത് പി ജെയിംസ്. തീർച്ചയായിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പയാണെന്ന് പറഞ്ഞു. കാരണം 266 മാർപ്പാപ്പമാരാണ് 2000 വർഷത്തെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വ്യത്യസ്തനാവുന്നത് ഫ്രാൻസിസ് അസീസി എന്ന പുണ്യവാളൻ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ച, തെരുവിൽ പാവപ്പെട്ടവരോടൊപ്പം കഴിഞ്ഞ ഒരു പുണ്യവാളനാണ്. ആ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു വെല്ലുവിളിയാണ്. കാരണം പാവപ്പെട്ടവനെ പോലെ സാധാരണക്കാരനായി ജീവിച്ച ആളാണ്. അദ്ദേഹം കർദിനാളായിരിക്കുന്ന സമയത്താണ് ഞാൻ അർജന്റീനയില് ഇതിന്റെ ഒരു ലാറ്റിൻ അമേരിക്കൻ ബിഷപ്സ് കോൺഫറൻസിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ബെർഗോളിയോ എന്ന കർദിനാളിനെ എനിക്കറിയില്ലായിരുന്നു അദ്ദേഹം പിന്നീട് മാർപ്പാപ്പയാവുമെന്നുള്ളത്. ഞങ്ങൾക്കൊക്കെ കാപ്പി ഒഴിച്ചു തരുന്ന സാധാരണ കർദിനാളന്മാർ അങ്ങനെ വന്ന്, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ജീവിതമാണ്. ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നു കർദിനാള്. സാധാരണ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഒറ്റ മുറിയിൽ കഴിഞ്ഞിരുന്നു. അങ്ങനെ സാധാരണ ജീവിതത്തിൽ ഇവിടെ കടന്നു വന്ന വ്യക്തിത്വമാണ്. ഇറ്റലിയില് ആണ് അദ്ദേഹത്തിന്റെ പിതാവ് ഉണ്ടായിരുന്നത്. അവർ അഭയാർത്ഥികളായിട്ട് അർജന്റീനയിലേക്ക് പോയതാണ്. പ്രത്യേകിച്ച് മുസോളിനിയുടെ കാലഘട്ടത്തിൽ ഇറ്റലിയിൽ നടന്ന പീഡനത്തിനെ തുടർന്ന് ഏതാണ്ട് അഭയാർത്ഥികളായിട്ട് അർജന്റീനയിൽ എത്തിയതാണ് അവരുടെ കുടുംബം, ഈ ബെർഗോളിയോ കുടുംബം. എന്തായാലും മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പ എല്ലാ കാര്യത്തിലും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു വലിയ സിദ്ധിയുടെ ആളായിരുന്നു എന്ന് മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അദ്ദേഹം ഇറാഖിലേക്ക് യാത്ര നടത്തിയപ്പോൾ ലോക നേതാക്കൾ മുഴുവൻ പറഞ്ഞു പോകരുത്, കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനെയൊക്കെ ലംഘിച്ചുകൊണ്ട് മരിക്കണമെങ്കിൽ മരിച്ചോട്ടെ, അതെന്റെ ഏറ്റവും വലിയ പൈതൃകമായിട്ടുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആകെ 2-3% മാത്രം ക്രിസ്ത്യാനികളുള്ള ഭൂരിപക്ഷവും ഇസ്ലാം മത വിശ്വാസികളുടെ അടുത്തേക്ക് ചെല്ലുകയായിരുന്നു. പക്ഷേ മാർപ്പാപ്പയ്ക്ക് വലിയ സ്വീകരണമാണ് ഇറാഖിൽ ലഭിച്ചത്. ഇറാഖിൽ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ 14 അറേബ്യൻ രാജ്യങ്ങളിലേക്ക് അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുപോയി. വലിയ രീതിയിൽ ഉള്ള സ്വീകരണം മുസ്ലിം ജനവിഭാഗത്തിനിടയിൽ അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളത് തന്നെ ഒരുപക്ഷെ കത്തോലിക്ക സഭയിലെ ഒരു മാർപ്പാപ്പയ്ക്കും ലഭിക്കാത്ത ഒരു വലിയ സവിശേഷതയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പലപ്പോഴും ഈ കുരിശ് യുദ്ധങ്ങളുടെ ഒക്കെ കാര്യം പറഞ്ഞു. ഈ മുസ്ലിം ക്രിസ്ത്യൻ യൂറോപ്പിലൊക്കെ ഒരുപാട് കുരിശ് യുദ്ധങ്ങളും ഓട്ടോമാൻ എംപയറിന്റെ കാലഘട്ടമൊക്കെ നമ്മൾ ഓർക്കുന്നതാണ്. പക്ഷെ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് നിർത്തുക എന്നുള്ള നിലപാട് തന്നെയാണ് മാർപ്പാപ്പ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ പാവങ്ങളുടെ മാർപ്പാപ്പ എന്ന നിലയിൽ എല്ലാവരും ഒരുമിച്ച് പിടിക്കാൻ ശ്രമിച്ച സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും മാർപ്പാപ്പ എന്ന നിലയിൽ ഓർമ്മിക്കപ്പെടും. ഇന്ത്യയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർപ്പാപ്പയെ ക്ഷണിച്ചിരുന്നു. അടുത്ത വർഷം വരുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, നമുക്കറിയാം. ഒരുപക്ഷെ മാർപ്പാപ്പ കൂടുതൽ ലക്ഷ്യം വെച്ചത് മറ്റു മതസ്ഥരായിട്ടുള്ള ആൾക്കാർ കൂടുതലുള്ള രാജ്യങ്ങളാണ് ആദ്യം ടാർഗറ്റ് ചെയ്ത് വെച്ചത്. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ട് പോയ രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ JD വാൻസ്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്, കുടുംബസമേതം മാർപ്പാപ്പയെ ഇന്നലെ ഈസ്റ്റർ ദിനത്തിൽ കണ്ടിരുന്നു. അതന്നെ വലിയ അത്ഭുതമാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ കണ്ട് സംസാരിച്ചതിന്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇപ്പോൾ ഒരു ദിവസത്തിനുള്ളിൽ മാർപ്പാപ്പ കടന്നു പോകുന്നത്. മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം ന്യൂമോണിയ ബാധിച്ച് ലങ്സിന് വീക്കം സംഭവിച്ചിരുന്നു. ചെറുപ്പകാലത്ത് രോഗം വന്നതിനെ തുടർന്ന് ലങ്സിന്റെ കരളിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിരുന്നു. ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്താണ്. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ അതിജീവിക്കാൻ എളുപ്പമല്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. പക്ഷെ ആശുപത്രിയിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു വന്നെങ്കിലും പിന്നീട് അത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ മാർപ്പാപ്പ കത്തോലിക്ക സഭയിൽ കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും ചരിത്രപരമായ സംഭവം എന്ന് പറയുന്നത് ഒരു യാഥാസ്ഥിതിക മുഖപടമുള്ള ഒരുപക്ഷെ യൂറോപ്പ് കേന്ദ്രീകൃതമായ സഭയെ സാർവത്രിക സഭയാക്കി മാറ്റി എന്നുള്ളതാണ്. കാരണം കർദിനാളന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ ആഫ്രിക്കയിൽ നിന്ന്, ലാറ്റിൻ അമേരിക്കയിൽ നിന്ന്, ഏഷ്യയിൽ നിന്ന് അടക്കമുള്ള 3 ലോക രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ കർദിനാളന്മാരെ കൊണ്ടുവന്നു. ഒരുപക്ഷെ പുതിയ മാർപ്പാപ്പ യൂറോപ്പിന് പുറത്തൊരു മാർപ്പാപ്പയാവാനോ അല്ലെങ്കിൽ ഈ യൂറോപ്പിൽ നിന്നാണെങ്കിൽ വളരെ പുരോഗമനവാദിയായ ഒരു മാർപ്പാപ്പയാവാനോ സാധ്യതയുണ്ട്. ഇപ്പോഴുള്ള ഏതാണ്ട് 80% കർദിനാളന്മാരെയും ഈ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നിയോഗിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയുടെ പുതിയ മുഖമായിട്ടുള്ളൊരു മാർപ്പാപ്പ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപക്ഷെ ആദ്യത്തെ ഒരു ആഫ്രിക്കക്കാരനായ കറുത്ത വംശജനായ ഒരു മാർപ്പാപ്പ വന്നാൽ പോലും ഞാൻ അത്ഭുതപ്പെടില്ല.
കാരണം അതിന്റെ സ്ട്രക്ചർ അലകും പിടിയും എല്ലാം മാറ്റി ഒരു പുരോഗമന മുഖം, കാലത്തിനനുസരിച്ചുള്ള മുഖം കത്തോലിക്ക സഭയ്ക്ക് നൽകാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞുവെന്നാണ് ഒരുപക്ഷെ ചരിത്രം വിലയിരുത്താൻ പോകുന്നത്. ഉന്മേഷ്. ജെയിംസ്, ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം ആ പേര് സ്വീകരിക്കുന്നു. അതുമാത്രമല്ല, ഒട്ടേറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അദ്ദേഹം ആ പദവിയിലേക്ക് കടന്നു വരുമ്പോൾ. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ജെസ്യൂട്ട് സഭയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ വരവ്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ, അതിനുശേഷം യൂറോപ്പിന് പുറത്തുനിന്നുള്ള മാർപ്പാപ്പ, അങ്ങനെ ഒട്ടേറെ സവിശേഷതകളോട് കൂടിയാണല്ലോ അദ്ദേഹം ആ പദവിയിലേക്ക് വരുന്നത്. ആ പദവിയിൽ തുടരുന്നിടത്തോളം കാലം തന്നെ അങ്ങനെ വ്യത്യസ്തനായി അദ്ദേഹം നിലകൊണ്ടു എന്ന് വേണമല്ലോ വിലയിരുത്താൻ പി ജെയിംസ്. തീർച്ചയായിട്ടും. ഒരുപക്ഷെ 8-ാം നൂറ്റാണ്ടിന് ശേഷം സഭയിൽ യൂറോപ്പിന് പുറത്തൊരു മാർപ്പാപ്പ ഉണ്ടായിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു വലിയ മാറ്റം തന്നെയാണ്. പലപ്പോഴും ഇറ്റലിയിൽ നിന്നാണ് മാർപ്പാപ്പമാർ കൂടുതൽ വരാറുള്ളത്. കാരണം മാർപ്പാപ്പമാരിൽ നല്ലൊരു ശതമാനവും ഇറ്റലിക്കാരാണ്. അപ്പൊ ഇറ്റാലിയൻ മാർപ്പാപ്പമാരാണ് വന്നത്. അതിന് മാറ്റമുണ്ടായത് പോളണ്ടിൽ നിന്നുള്ള കരോൾ വോയ്റ്റീവ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണ് 1978. 2005 ബെനഡിക്ട് മാർപ്പാപ്പ വന്നപ്പോൾ അത് യൂറോപ്പിൽ നിന്നായിരുന്നു, ഒരുപക്ഷെ ഇറ്റലിയിൽ നിന്നല്ല, ജർമ്മനിയിൽ നിന്നായിരുന്നു. അപ്പൊ ആ തരങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായി. പക്ഷേ യൂറോപ്പിന് പുറത്തുനിന്ന് ഒരു മാർപ്പാപ്പ, അത് അർജന്റീനയിൽ നിന്ന് വരുന്നത് ഒരുപക്ഷെ അന്ന് വന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, വലിയ അത്ഭുതം സൃഷ്ടിച്ചതാണ്. കാരണം അർജന്റീന ഒരു ലാറ്റിൻ അമേരിക്കയിൽ 3-ാം ലോക രാജ്യമായിട്ട് അറിയപ്പെടുന്ന ഒരു രാജ്യമാണ്. അവിടെ നിന്ന് സാധാരണക്കാരനായ ഒരു മാർപ്പാപ്പ ഉയർന്നു വരുന്നു. പ്രത്യേകിച്ച് യാഥാസ്ഥിക ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വലിയ പുരോഗമനവാദിയായിട്ടുള്ള ജെസ്യൂട്ട്, ഒരു കാര്യം കൂടിയുണ്ട്, 2000 വർഷത്തെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ജെസ്യൂട്ട് പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ജെസ്യൂട്ട് സഭയിൽ നിന്ന് വരുന്ന ആരും മാർപ്പാപ്പമാരായിട്ടില്ല. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. അപ്പൊ അത് തന്നെ ഒരു വലിയ ചരിത്രമായിരുന്നു. ജെസ്യൂട്ട്സിന് ഏറ്റവും ശക്തമായിട്ട് വേരുകളുള്ള ഒരു ഇതാണ് കത്തോലിക്ക സഭയിൽ. അവര് വലിയ ഇന്റലക്ച്വൽസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. സാധാരണ മാർപ്പാപ്പ പദവികളൊന്നും അവർ സ്വീകരിക്കാറില്ല. അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ മാർപ്പാപ്പ വന്നത്. ഒരുപക്ഷെ ലോകത്തിന്റെ മനസാക്ഷിയായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അറിയപ്പെടുന്നത്. കാരണം എല്ലാ മതവിഭാഗങ്ങൾക്കും എല്ലാ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾക്കൊക്കെ സ്വീകാര്യനായിരുന്നു മാർപ്പാപ്പ. മാർപ്പാപ്പ എന്നും മനുഷ്യന്റെ പക്ഷമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് എല്ലാ തരത്തിലും ഒരു കാലത്തും ഇത്രയും കടുത്ത നിലപാടുകൾ മനുഷ്യർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, അഭയാർത്ഥികൾക്ക് വേണ്ടി എടുത്തൊരു മാർപ്പാപ്പ ഉണ്ടായിട്ടില്ല. ഇനിയൊരു മാർപ്പാപ്പ അടുത്ത കാലത്ത് ഉണ്ടാവുമോ എന്ന് പോലും അറിയില്ല. അപ്പൊ അത്രയും തീവ്രമായിട്ടുള്ള നിലപാടുകളുള്ള അദ്ദേഹം കൊല്ലപ്പെടുമെന്നൊക്കെ ഇതുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു, എനിക്ക് ഒരുപാട് വധഭീഷണികൾ വരുന്നുണ്ട്, അതിലൊന്നും കാര്യമില്ല, ഞാൻ മരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നൊരു മാർപ്പാപ്പ. കാരണം അത് അത്രയും ശക്തമായിട്ട് ജീവിതത്തെയും ജീവിത ദർശനങ്ങളൊക്കെ കാണുകയും അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്ത ഒരാള്. ഇപ്പൊ അദ്ദേഹത്തിന്റെ മാർപ്പാപ്പയുടെ കാലം ചെയ്ത സംസ്കാരം നടക്കുമ്പോൾ തന്നെ അത് വളരെ സാധാരണ രീതിയിലുള്ള ഒരു സംസ്കാര കർമ്മങ്ങളാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. രാജകീയമായിട്ടുള്ള ശവമഞ്ചത്തിൽ എന്നെ കൊണ്ടുപോകരുത്, ട്രഡീഷണൽ ആയിട്ട് ഓക്ക് മരങ്ങളും അത് 3 ലെയറൊക്കെയുള്ള ഇത് വെച്ചുകൊണ്ടുള്ള ശവമഞ്ചാണ് തീർക്കാറുള്ളത്. അത് പാടില്ല. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ മറ്റു മാർപ്പാപ്പമാരെ അടക്കിയ സ്ഥലത്ത് തന്നെ അടക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ ഒരു തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറിയ പള്ളിയിലേക്ക് ആണ് പുള്ളി തന്റെ അന്ത്യാഭിലാഷമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. സാധാരണക്കാരുടെ കൂടെ സാധാരണക്കാരനായി കടന്നു പോകാനാണ് മാർപ്പാപ്പ ആഗ്രഹിച്ചത്. ഇത് മാത്രമല്ല, ഒരിക്കലും ഞാൻ ഓർക്കുന്ന ഒരു രംഗം, മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സാധാരണ മാർപ്പാപ്പമാര് വരുമ്പോ ലിമോസിൻ കാർ റെഡിയായിട്ട് നിൽക്കും, അതിൽ കൊണ്ടുപോകും. പക്ഷെ വന്ന മാർപ്പാപ്പ ആദ്യം ചെയ്തത്, ഞാൻ ലിമോസിൻ കാറിൽ കയറാൻ കൂട്ടാക്കിയില്ലെന്ന് മാത്രമല്ല, തൊട്ടടുത്ത് താൻ താമസിച്ചിരുന്ന ഹോട്ടലിലെ മുറിയിൽ പോയി ബില്ല് പേ ചെയ്ത് ആ മുറി ഒഴിയാനാണ് ചെയ്യുന്നുള്ള ആ വാർത്ത വലിയൊരു ഇതായിട്ടുള്ള വാർത്തയായിരുന്നു. കാരണം മാർപ്പാപ്പമാർക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ആദ്യമായിട്ടൊരു ഇന്റർവ്യൂവിന് വേണ്ടി ഒരു ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പത്രത്തിന്റെ പത്രാധിപർ എഡിറ്റർ ഫോണിൽ വിളിക്കുന്നു. സാധാരണ സെക്രട്ടറിമാരാണ് ഫോൺ എടുക്കുക. അപ്പോൾ എഡിറ്റർക്ക് വേണ്ടി വിളിച്ചത് എഡിറ്ററുടെ സെക്രട്ടറി ആയിരുന്നു. മാർപ്പാപ്പ ഉടനെ തന്നെ, മാർപ്പാപ്പയാണ് പക്ഷെ ഫോൺ എടുത്തത്. സെക്രട്ടറി ഉടനെ തന്നെ പറഞ്ഞു, മാർപ്പാപ്പ ഈസ് ഓൺ ദ ലൈൻ, പോപ്പ് ഈസ് ഓൺ ദ ലൈൻ. അപ്പോൾ ഉടനെ തന്നെ അവര് സംസാരിക്കുകയും ആദ്യത്തെ അഭിമുഖം കൊടുക്കുന്ന ഇറ്റലിയിലെ കമ്മ്യൂണിസ്റ്റ് പക്ഷമുള്ള പത്രത്തിന്റെ എഡിറ്റർക്കായിരുന്നു. അപ്പൊ വ്യത്യസ്തമായ നിലപാടുകളുള്ള ആൾക്കാരുമായി സംവദിക്കാൻ, അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനൊക്കെ വലിയ രീതിയിൽ ശ്രമിച്ചൊരു മാർപ്പാപ്പ കൂടിയാണ് കടന്നു പോകുന്നത്.
സ്വാഭാവികമായിട്ടും ഇത് ഉണ്ടാക്കുന്ന ഒരു വലിയൊരു ഗ്യാപ്പ് ഒരു വ്യക്തി എന്നതിനേക്കാൾ വലിയ ഒരു പ്രസ്ഥാനമായിട്ട് മാറുകയും എല്ലായിടത്തും അതുപോലെ തന്നെ പ്രകൃതി ഇതിനെക്കുറിച്ച് ഉന്മേഷ് ഈ എൻവയറമെന്റൽ പ്രൊട്ടക്ഷനെ കുറിച്ച് പ്രകൃതിയെക്കുറിച്ച് ദൈവശാസ്ത്രപരമായിട്ട് തന്നെ വിശദീകരിച്ചുകൊണ്ട് പ്രകൃതിയെ നശിപ്പിക്കാൻ പാടില്ല, പൊള്യൂഷനെതിരെ ആഗോള താപനത്തിനെതിരെ ഒക്കെ വലിയ ശക്തമായ നിലപാടെടുത്തൊരു മാർപ്പാപ്പ കൂടിയാണ്. ഒരു സമഗ്രമായിട്ട് ജീവിത വീക്ഷണം ഉണ്ടായിരുന്ന ഒരു മാർപ്പാപ്പ കടന്നു പോകുന്നു എന്ന് വേണം കരുതാൻ. ഉന്മേഷ്. പി ജെയിംസ് ആണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ.